പലപ്പോഴും വചനപ്രേക്ഷകർ പറയുന്ന ഒരു കാര്യമാണ്, അപ്പനും അമ്മയ്ക്കൊക്കെ പശുധാനമന്ത്രം ഉണ്ടെങ്കിൽ മക്കൾക്കും പശുധാനമന്ത്രം ഉണ്ടാകും, ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ളത്. അതിനൊക്കെ ഒരു രസകരമായി അവതരിപ്പിക്കുന്ന ഒരു കാര്യം പലപ്പോഴും നമ്മുടെ പ്രസംഗം കേട്ടിട്ടുണ്ട്. ഈ ക്രിസ്ത്യൻ ടീമാണ് കൂടുതലും അത് പ്രചരിപ്പിക്കുന്നത്. അതായത് അപ്പൻ മകന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, മകൻ്റെ തലയ്ക്ക് വെച്ച് അപ്പം പ്രാർത്ഥിക്കണം, പശുദ്ധാത്മേ വരണമേ വരണമേ, എൻ്റെ മകനിലേക്ക് വരണമേ, വന്ന് നിറയണമേ നിറയണമേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിശുദ്ധാത്മ നൽകുമെന്ന് വാഗ്ദാനമൊക്കെ അനുസ്മരിച്ച് പല വചനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ബലം പിടിക്കുകയാണ്. എത്ര ബലം പിടിച്ചിട്ടും കൊച്ചിനൊരു മാറ്റവും ഇല്ല. അപ്പൻ ഡെയിലി പ്രാർത്ഥിക്കും, എന്നിട്ടൊരു മാറ്റവും ഇല്ല. എന്താണ് കാരണം? അപ്പനിൽ പശുദ്ധാത്മാവുണ്ടോ? പ്രാർത്ഥിക്കുന്ന കൊച്ചിനിലേക്ക് പകരപ്പെടാൻ, കൊച്ചിനിലേക്ക് പശുദ്ധാത്മം നിറയാൻ ഈ അപ്പനിൽ പശുദ്ധാത്മാവുണ്ടോ? അതാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് പശുദ്ധാത്മാവ് ഇല്ലാതെ എങ്ങനെയെങ്കിലും ജീവിച്ച അപ്പൻ കുഞ്ഞിൻ്റെ തലയൊക്കെ വെച്ച് എത്ര പ്രാർത്ഥിച്ചാലും പശുദ്ധാത്മാവ് നിറയുകയില്ല എന്ന് തന്നെയാണ് ഇത് പറയുന്നത്. അതൊക്കെ നല്ലൊരു പോയിന്റായിട്ട് നമുക്ക് തോന്നും. വളരെ തെറ്റായ ഒരു പ്രബോധനം അതിലടങ്ങിയിട്ടുണ്ട്, വളരെ തെറ്റാണ്. പശുദ്ധാത്മാവ് കത്തോലിക്ക സഭയിലെ ഒരു അംഗത്തിലേക്ക് കടന്നു വരുന്നത് എപ്പോഴാണ്? ആരെങ്കിലും കൈവച്ച് പ്രാർത്ഥിക്കുന്നതിലൂടെയാണോ? അല്ല. സഭയുടെ പ്രബോധനം പ്രധാനം. പെന്തക്കോസ്തുകാരുടെ പ്രബോധനമോ കരിസ്മാറ്റിക്കരുടെ പ്രബോധനമോ അങ്ങനെയുള്ള ഓരോ കൾട്ടുകളുടെ പ്രബോധനമല്ല എടുക്കേണ്ടത്. പരിശുദ്ധ കത്തോലിക്ക സഭയിലൂടെയാണ് കർത്താവിൻ്റെ ശരിയായ പ്രബോധനം നടക്കുന്നത്. അത് അടിസ്ഥാനമായി അംഗീകരിക്കണം നമ്മൾ. സഭയുടെ ഔദ്യോഗിക CCC കാറ്റഗിസം ഓഫ് ദി കാത്തലിക് ചർച്ച് എന്ന ഗ്രന്ഥത്തിലും അതുപോലെയുള്ള ഒത്തിരിയേറെ ആധികാരികമായ പ്രബോധനങ്ങളുണ്ടല്ലോ സഭയിൽ. ആ പ്രബോധനത്തിലാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. അതിനെ ചുവടുപിടിച്ചാണ് എല്ലാം ചെയ്യേണ്ടത്. അതിന് വിരുദ്ധമായ മറ്റൊരു പ്രബോധനം ഇൻഡയറക്റ്റായിട്ട് പകരുന്നതൊക്കെയാണ് ഇതിലൂടെ. ഏതെങ്കിലും പാസ്റ്റർ കൈവച്ച് പ്രാർത്ഥിച്ചാൽ പശുദ്ധാനം നിറഞ്ഞു എന്ന് പ്രചരിപ്പിക്കുന്നവരുണ്ട് ഇവിടെ. അത് തെറ്റാണ്. അത് വേറെ ഏതോ ആത്മാവാണ്. പശുദ്ധാത്മാവിന് അങ്ങനെ പകരപ്പെടാൻ പറ്റില്ല എന്ന് നമ്മൾ തിരുസഭ പ്രബോധിപ്പിക്കുന്നത്. തിരുസഭ പ്രബോധിപ്പിക്കുന്നതനുസരിച്ച് മാമോദീസയിലുള്ള പശുദ്ധാത്മാവിന് ലഭിക്കുന്നു, പിന്നീട് കൺഫർമേഷൻ സ്ഥൈര്യലേപനത്തിലൂടെ ലഭിക്കുന്നു. ഈ രണ്ട് കൂദാശകളിലൂടെയും പശുദ്ധാത്മാവ് ലഭിക്കുന്നുണ്ട്. ആദ്യകുർബാന സ്വീകരണത്തിലോ ത്രിത്യേക ദൈവ സാന്നിധ്യം തിരുവസ്തിയിലുണ്ട്. പശുദ്ധാത്മാവ് അകറ്റാൻ പറ്റില്ല. വിശുദ്ധകുർബാന സ്വീകരിച്ച് ജീവിക്കുന്ന ഒരാളിൽ പശുദ്ധാത്മ സാന്നിധ്യം ഉണ്ട്. അവൻ ഒരുപക്ഷെ കൈ വർപ്പിക്കാനോ വച്ച് ഈ ഭാഷാപരത്തിലാണെന്നും പറഞ്ഞ് ഇങ്ങനെ അലമറയിടാനോ അതും ഇതുമൊക്കെ വിളിച്ചു പറയാനോ പുലമ്പാനോ ഒന്നും പറ്റുന്നില്ലായിരിക്കും. അങ്ങനെ ബലം പിടിച്ച് പരാജയപ്പെട്ടാലോ വിചാരിക്കും എനിക്ക് പശുദ്ധാത്മാവില്ല എന്ന്. എത്രാൻ കൈവച്ച് വരുന്ന പശുദ്ധാത്മാ നൽകുന്നതല്ലാതെ കൺഫർമേഷനിൽ അതല്ലാതെ ആരെങ്കിലും കൈവച്ച് പശുദ്ധാത്മാ നൽകുന്ന പരിപാടി തിരുസഭയിലില്ല. അത് കത്തോലിക്ക കരിസ്മാറ്റിക്കിൽ ഏറ്റവും വലിയ ധ്യാനഗുരുവായാലും അൽമായര് കൈവച്ച് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിനെ കൊടുക്കുക എന്ന പരിപാടി കത്തോലിക്ക സഭയിലില്ല. മറ്റൊരു കാര്യം, കത്തോലിക്ക സഭയിലെ സീറോ മലബാർ സഭയിൽ മാത്രമുള്ള രീതിയാണ് മാമോദീസ സ്വീകരണത്തോടനുബന്ധിച്ച് സ്ഥൈര്യലേപനം സ്വീകരിക്കുക. അത് ലത്തീൻ സഭ അംഗീകരിച്ചിട്ടില്ല, ആഗോള സഭ അംഗീകരിച്ചിട്ടുള്ളതല്ലത്. മെത്രാൻ തന്നെ കൺഫർമേഷൻ ചെയ്യേണ്ടത്, അതിനെ സാധ്യതയുള്ളൂ എന്നാണ് ആഗോള സഭയുടെ ഇപ്പോൾ നിലപാട്. എന്തുമാകട്ടെ, അങ്ങനെ കത്തോലിക്ക സഭയിലെ മാമോദീസയോ സ്ഥൈര്യലേപനോ വഴി കൈവയ്പ് ലഭിക്കുന്നതല്ലാതെ സ്വന്തം അപ്പനോ അമ്മയോ കൈവച്ചാൽ പശുദ്ധാത്മാ ലഭിക്കില്ല. പശുദ്ധാത്മാവിനെ പകരാനുള്ള അധികാരമോ ദൗത്യമോ അപ്പനോ അമ്മയോ ആകുന്നത് വഴി ലഭിക്കുന്നില്ല. സ്ഥൈര്യലേപനം കൊടുക്കാൻ, അതായത് പശുദ്ധാത്മാവിനെ കൊടുക്കാൻ മെത്രാനും മാത്രം അധികാരമുള്ളൂ. അപ്പോൾ പശുദ്ധാത്മാവിനെ ലഭിച്ചവരാണ് പിന്നീട് പ്രായപൂർത്തിയായ ശേഷം ഓരോ പ്രാർത്ഥന ഗ്രൂപ്പിലോ ധ്യാനകേന്ദ്രത്തിലൊക്കെ പോയിട്ട് പശുദ്ധാത്മം കിട്ടില്ല എന്നും പറഞ്ഞാൽ അവരിട്ട് കരയുക, ഏതെങ്കിലും ഒരു സ്വാധീനം വരുന്നോ കിട്ടിയെന്ന് വിചാരിക്കുന്നതൊക്കെ. പശുദ്ധാത്മാവിനെ ലഭിക്കുന്നതിൻ്റെ വഴികൾ സഭയിലുണ്ട്. ആ വഴികളെ പ്രബോധനങ്ങളെ എല്ലാം ശരിയല്ല എന്ന് വരുത്താൻ, ഒരു പെന്തക്കോസ്ത് രീതി സഭയിൽ പടർത്താൻ ഇങ്ങനെയുള്ള പരാമർശങ്ങൾക്ക് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്.